الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്കാമുൽ മീമു സാക്കിന, സുക്കൂനായ മീമിൻ്റെ നിയമങ്ങളാണ് 2-3 ക്ലാസ്സുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മീമിന് സുക്കൂൻ വരികയും അതിനുശേഷം അറബിയിലുള്ള മറ്റക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ മീമിനെ, സുക്കൂനായ മീമിനെ 3 രൂപത്തിലാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഒന്ന്, അതിനെ ഇഖ്ഫ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം, ഓതണം. രണ്ടാമത്തേത് ഇദ്ഗാമ് ചെയ്തുകൊണ്ട് ഓതണം. ഇദ്ഗാമ് ചെയ്യുന്നത് സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മറ്റൊരു മീമ് വരുമ്പോൾ അവിടെ ഇദ്ഗാമ് ചെയ്ത് ഉച്ചരിക്കണം. സുക്കൂനായ മീമിന് ശേഷം ബ എന്ന അക്ഷരം വരുമ്പോൾ അവിടെ ഇഖ്ഫ ചെയ്ത് ഉച്ചരിക്കണം. മൂന്നാമത്തെ നിയമം അൽ ഇദ്ഹാർ അഷ്ശഫവി, ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കുന്ന രൂപമാണ്. അതിന് അറബിയിലുള്ള ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇദ്ഹാർ ചെയ്യേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. മീമും ബാവും മാറ്റി നിർത്തിയാൽ ബാക്കി 26 അക്ഷരങ്ങളുടെ മുമ്പിലും സുക്കൂനായ മീമു വന്നാൽ ആ മീമിനെ ഇദ്ഹാർ ചെയ്തു വേണം നാം പാരായണം ചെയ്യുവാൻ. അതാണ് നമുക്കതിൻ്റെ നിയമത്തിൽ കാണാൻ സാധിക്കുക. സുക്കൂനായ മീമിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ, അതായത് ഈ 26 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിനെ, സുക്കൂനായ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇദ്ഹാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിക്കുകയാണ്. ഇതിന് ഇദ്ഹാറൻ ഷഫവിയൻ എന്ന് പറയപ്പെടുന്നു. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അലം നജ്അലിൽ അർദ മിഹാദ, അലം നജ്അലിൽ, സുക്കൂനുള്ള മീമിന് ശേഷം നൂന് എന്ന അക്ഷരമാണ് അവിടെ ഉള്ളത്. അലം നജ്അലിൽ അർദ, അവിടെ ഇദ്ഗാമ് ചെയ്യുകയോ ഇഖ്ഫാ ചെയ്യുകയോ ചെയ്യരുത്. ആ മീമിനെ വെളിവാക്കി തന്നെ ഉച്ചരിക്കണം. അലം നജ്അലിൽ അർദ മിഹാദ. മറ്റൊരു ഉദാഹരണത്തിൽ കാണാൻ സാധിക്കും, ഉലൈക ഹും ഖൈറുൽ ബരിയ, ഹും ഖൈറു. അതുപോലെ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദിൻ, ജസാഉഹും ഇൻദ, ഐനാണ് സുക്കൂനുള്ള മീമിന് ശേഷം വന്നിട്ടുള്ളത്. റബ്ബിഹിം ജന്നാത്ത്, സുക്കൂനായ മീമിന് ശേഷം ജീമ് എന്ന അക്ഷരമാണ്. ഇവിടെയൊക്കെ ആ സുക്കൂനായ മീമിനെ വെളിവാക്കി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്, ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. ഇനി ഇതിന് അങ്ങനെ പേര് വരാൻ ഉള്ള കാരണം മറ്റ് 2 പേരുകൾക്കും പറയപ്പെട്ടതുപോലെ തന്നെ ഇവിടെ ഇദ്ഹാർ എന്ന് പറയുന്നത് ലിഇദ്ഹാറിൽ മീമി സാക്കിനതി ഇൻദ മുലാഖാതിഹാ ഫി ഹാദിഹിൽ ഹുറൂഫ്, ഈ അക്ഷരങ്ങളുമായി സുക്കൂനായ മീമ് ചേർന്ന് വരുമ്പോൾ ആ സുക്കൂനായ മീമ് വെളിവാകുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഇദ്ഹാർ എന്ന് പറയപ്പെട്ടത്. ഷഫവി എന്ന് പറയാനുള്ള കാരണം ലഅന്നൽ ഹർഫൽ മുദ്ഹർ അൽ മീമു സാക്കിന തഖ്റുജു മിനശ് ഷഫതൈൻ, വെളിവാക്കപ്പെടുന്ന അക്ഷരം അതിവിടെ അൽ മീമു സാക്കിനയാണ്, സുക്കൂനായ മീമാണ്. ആ മീമ് പുറപ്പെടുന്നത് 2 ചുണ്ടുകളുടെ ഇടയിൽ നിന്നാണ്.
അതുകൊണ്ട് അതിന് ഷഫതൈൻ എന്ന് പറയപ്പെട്ടു. നേരത്തെ സുക്കൂനായ നൂനിനും തൻവീനും ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ നാം പറഞ്ഞത് അൽ ഇദ്ഹാറുൽ ഹൽഖി. അവിടെ സുക്കൂനായ നൂനിലേക്ക് ചേർത്തിട്ടല്ല ആ പേര് പറയപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഏത് അക്ഷരം ചേരുമ്പോഴാണോ അവിടെ ഇദ്ഹാർ വരുന്നത് ആ അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് ചേർത്തിട്ടാണ് നൂനു സാക്കിന വ തൻവീനിൽ അഹ്കാമുകൾ പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മീമു സാക്കിനയിൽ ഇവിടെ ഇദ്ഹാർ പറയപ്പെട്ടത് ഷഫവി എന്ന് പറയാൻ കാരണം മുദ്ഹറായിട്ടുള്ള ഹർഫ് മീമു സാക്കിന അത് പുറപ്പെടുന്നത് ഈ ചുണ്ടുകളിൽ നിന്നായതുകൊണ്ട് അതിനെയാണ് ഇവിടെ പ്രധാനമായും എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഷഫവി എന്ന് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇദ്ഹാർ ഷഫവി. സുക്കൂനായ മീമിന് ശേഷം ബാവും മീമുമല്ലാത്ത മറ്റേത് അക്ഷരം വന്നാലും അവിടെയൊക്കെ ഇദ്ഹാർ ചെയ്തു വേണം നാം ഉച്ചരിക്കുവാൻ. ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൽ ഇന്നലെ നാം ഓതി വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് ഓതി നോക്കുകയും അതിൽ വന്നിട്ടുള്ള ഈ നിയമങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. 23-ാമത്തെ ആയത്ത് മുതലാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. ഇതുവരെ പഠിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുവാൻ പരിശ്രമിക്കുക.